ഹായ് വെൽക്കം ടു 10 ഡേയ്സ് ഓഫ് 100 ഡേയ്സ് സീരീസ്. ഇത് മൂവാറ്റുപുഴ എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ. കോട്ടയത്ത് നിന്ന് പോകുമ്പോഴാണ് ഒരുപാട് പള്ളികൾ ഞങ്ങൾ പോകുമ്പോൾ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു പള്ളിയെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ മുമ്പുള്ള ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് കേട്ടോ. ഇന്നലെ ഞാൻ വരുമ്പോൾ തന്നെ എടുക്കണമെന്ന് മനോട്ടിനോട് പറഞ്ഞതാണ്. പക്ഷേ മനോട്ടൻ നല്ല സ്പീഡിലാണ് പോയത്, അപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഓൾറെഡി ഞാൻ മനോട്ടിനോട് പറഞ്ഞിരുന്നു എനിക്ക് പള്ളി ഷൂട്ട് ചെയ്യണമെന്ന്. അതുകൊണ്ടാട്ടോ ഇത്ര സ്ലോ ആയിട്ട് പോകുന്നത്. ഈ പള്ളിയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് പള്ളിയായിട്ടുള്ള ഒരു കണക്ഷൻ പറയാമെന്ന് വിചാരിച്ചു. ഞാൻ LKG മുതൽ 10ാം ക്ലാസ് വരെ ഒരു ക്രിസ്ത്യൻ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. അതായിരുന്നു എനിക്ക് ക്രിസ്തു മതത്തിനോട് കൂടുതൽ അടുപ്പം തോന്നാനുണ്ടായ ഒരു കാരണം. ഈ അടുത്ത കാലത്താണ് ഞാൻ എൻ്റെ കഴുത്തിലെ കുരിശുമാല പോലും ഒഴിവാക്കിയത്. അതിൻ്റെ കാരണം ഞങ്ങളുടെ ഈ യാത്രകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ യാത്രയിൽ ആ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ രണ്ടുപേരും നല്ല ദൈവവിശ്വാസികളായിരുന്നു. എന്നേക്കാളും കുറച്ച് കൂടുതൽ വിശ്വാസിയായിരുന്നു മനുവേട്ടൻ. ആളുടെ വിശ്വാസം തകർന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ പോലും നമുക്ക് നേരെ തിരിഞ്ഞു. ആ സമയത്തും നമ്മുടെ ഒരു പ്രതീക്ഷ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നാണ്. പക്ഷേ ഒരു പോയിന്റിൽ ഞങ്ങൾ മനസ്സിലാക്കി നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന്. ആ പോയിന്റിലാണ് മനുവേട്ടന് പിന്നെ ദൈവത്തിനോടൊരു അകൽച്ച തോന്നിയത്. വിശ്വാസം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ കാര്യത്തിനും ഒരു പകുതി എഫേർട്ടാണ് കേട്ടോ എടുത്തുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. എന്ന് ദൈവമില്ല എന്ന വിശ്വാസത്തിലോട്ട് നമ്മൾ എത്തിയോ അന്നാണ് ഞങ്ങൾ 100% എഫേർട്ട് ഇടാൻ തുടങ്ങിയത് കേട്ടോ. എന്ന് മുതൽ 100% പ്രയത്നം നമ്മൾ കൊടുക്കാൻ തുടങ്ങിയോ അന്ന് മുതലാണ് ഞങ്ങൾക്ക് മനസ്സമാധാനമായൊരു ജീവിതം ആരംഭിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു തകർച്ച വന്നപ്പോഴാണ് ഞങ്ങൾ വിശ്വാസം വിട്ടത് എന്ന്. എന്നാൽ അങ്ങനെയല്ല. ഉയർച്ചയും താഴ്ചയും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തവണ വന്നു പോയിട്ടുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസം തകരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മളിൽ വിശ്വാസം അർപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വരും. അതിന്റെ ഉത്തരങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ ദൈവത്തിന്റെ കയ്യിലും അതിന്റെ ഉത്തരങ്ങളൊന്നുമില്ല. മനുവേട്ടൻ പെട്ടെന്നൊരു ദിവസം ദൈവവിശ്വാസം വിട്ടതല്ല കേട്ടോ. കുറച്ചുനാൾ മനുവേട്ടനൊരു അന്വേഷിയായിരുന്ന സമയത്ത് മനുവേട്ടന് ദൈവത്തിനെ കുറിച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും എനിക്ക് ദൈവവിശ്വാസം ഉണ്ടായിരുന്നേ. ആ അന്വേഷിച്ച് ഒന്നിനും ഉത്തരം കിട്ടിയില്ല. ആൾ അന്വേഷിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലെ സ്ഥിരം യാത്രകൾ ചെയ്തിരുന്നില്ല. ഞങ്ങൾ സ്ഥിരമായി യാത്ര ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടാനായി എന്നോടും ചോദിക്കാൻ തുടങ്ങി. മനോട്ടൻ സ്ഥിരമായി ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കും ഇതൊക്കെ ശരിയാണല്ലോ എന്ന് തോന്നി തുടങ്ങിയത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് മനോട്ടൻ എന്തൊക്കെ ചോദ്യമാണ് ചോദിച്ചത് എന്നായിരിക്കില്ലേ? എന്നാൽ കേട്ടോ, ഇതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ പറയണേ. മനോട്ടൻ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, 33 കോടി ദൈവങ്ങൾക്കും, അത് ഞങ്ങളുടെ ദൈവങ്ങളാണ്, അള്ളാഹുവിനും അതുപോലെ ക്രിസ്തീയ ദൈവങ്ങൾക്കും അവർ ഭൂമിയിലിരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങളൊന്നും അവരുടെ ഭക്തർക്ക് കൊടുത്തില്ല. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സൗകര്യങ്ങളെല്ലാം മുൻപേ ഭൂമിയിലുള്ളതാണ്. ഒന്നും നമ്മൾ അന്യഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല. ഈ പറയുന്ന നമ്മൾ ആരാധിക്കുന്ന എല്ലാ ദൈവപുത്രന്മാരും അവർ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സമയത്ത് ഇപ്പോൾ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ പോലും അവർക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിപ്പോൾ കേൾക്കുമ്പോൾ കുറച്ച് അരോചകമായിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. അന്നത്തെ ദൈവപുത്രന്മാർക്ക് ഈ സൗകര്യങ്ങളൊന്നും വേണ്ട എങ്കിലും അവിടെ ജനിച്ചു വീഴുന്ന വേറെ കുട്ടികൾക്ക് ഈ സൗകര്യങ്ങൾ കൊടുക്കായിരുന്നില്ലേ? എന്തുകൊണ്ട് അവരത് നിഷേധിച്ചു? അതുകൂടാതെ ഒരു ഗ്രന്ഥത്തിലും 20ാം നൂറ്റാണ്ടിൽ ഈ സൗകര്യങ്ങളൊക്കെ വരുമെന്ന് എഴുതി വെച്ചിട്ടില്ല. ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇന്നത്തെ ഈ സൗകര്യങ്ങളെല്ലാം നേടിയത് ഈ കഴിഞ്ഞുപോയ 100 വർഷത്തിൻ്റെ ഉള്ളിലാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നോളജിയും കണ്ടുപിടിച്ചത് മനുഷ്യർ തന്നെയാണ്. ഈ ഒരു 500 വർഷത്തെ കാലയളവിലാണ് മനുഷ്യർ തന്നെ ഈ ടെക്നോളജികളെല്ലാം കണ്ടുപിടിച്ചു തുടങ്ങിയത്. ഇപ്പോൾ വിശ്വാസിയായ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും. ആ ഉത്തരങ്ങൾ തന്നെയാണ് ഞാനും ആളോട് പറഞ്ഞത്. അപ്പോൾ ആൾ എന്നോടൊരു ഉദാഹരണം പറഞ്ഞു. കാരണം ടെക്നോളജിയെ കുറിച്ചിട്ടാണല്ലോ മനുവേട്ടൻ സംശയം പറഞ്ഞത്. ആൾ എന്നോടൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ഫണ്ണി ക്വസ്റ്റ്യൻ ശ്രീരാമനെ കുറിച്ചിട്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ കാലത്താണ് രാമായണ കഥ ഉണ്ടാവുന്നതെങ്കിൽ ഇപ്പോഴുള്ള ജനറേഷൻ എന്തായിരിക്കും ചെയ്യുക? ശ്രീരാമന്റെ ഭാര്യയെ ശ്രീലങ്കയിലോട്ട് രാവണൻ കട്ടുകൊണ്ടുപോയി. സീതയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രീരാമൻ അന്നെടുത്ത എഫേർട്ട് ഇന്നത്തെ കാലത്ത് എടുക്കേണ്ടി വരുമോ? ഇന്നത്തെ കാലത്ത് നമുക്ക് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് വിളിക്കാൻ തന്നെ 1 സെക്കൻഡ് മതി. അവിടേക്ക് എത്തിപ്പെടാൻ മണിക്കൂറുകൾ മാത്രം മതി. പക്ഷേ ലങ്കയിലോട്ട് എത്തിപ്പെടാൻ രാമൻ എടുത്ത എഫേർട്ട് ഇന്നത്തെ ജൻസി പിള്ളേർ കേട്ടാൽ രാമനെ ട്രോളി കൊല്ലും. അതുപോലെ അടുത്തൊരു കോമഡി താരമാണ് കേട്ടോ നമ്മുടെ പരമശിവൻ. ദൈവവിശ്വാസം ഉള്ള സമയത്ത് തന്നെ എനിക്ക് ശിവനെ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേട്ടിരിക്കുന്ന കഥകൾ തന്നെയാണ്. കാരണം ഗണപതിയുടെ കഴുത്തറുത്തു, അത് കഴിഞ്ഞ് ഒരു ആനയുടെ തല കൊണ്ടുവന്ന് വെച്ചു എന്ന് കേട്ടപ്പോൾ സ്വന്തം മകൻ്റെ കഴുത്തറുത്ത ഒരാളെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരു കയ്യോ കാലോ അറ്റുപോയാൽ മനുഷ്യനായ ഒരു ഡോക്ടർക്ക് അത് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും കഴിവുള്ള ആ ദൈവത്തിന് എന്തുകൊണ്ട് ആ തല ഫിക്സ് ചെയ്യാൻ പറ്റിയില്ല? പിന്നെ ഈ ചിന്ത എൻ്റെയാണ് കേട്ടോ. കാരണം ഞാൻ വിശ്വാസി ആയിരുന്ന സമയത്തും എനിക്ക് ശിവനെ ഇഷ്ടമായിരുന്നില്ല.
പിന്നെ മനുവേട്ടൻ എന്നോട് ചോദിച്ചൊരു മറ്റൊരു ചോദ്യം, നമ്മുടെ പുരാണങ്ങളിൽ ഏറ്റവും വലിയ പുരാണമാണ് മഹാഭാരതം. മഹാഭാരത യുദ്ധത്തിൽ മരിച്ചു വീണ യോദ്ധാക്കളെല്ലാം നിരീശ്വരവാദികളായിരുന്നോ? ഇപ്പോൾ ഹിന്ദു വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു ആരാധനാ പുരുഷനാണ് ശ്രീകൃഷ്ണൻ. പക്ഷെ ആ മഹാഭാരത യുദ്ധത്തിൽ അവിടെ മരിച്ചു വീണ എല്ലാ യോദ്ധാക്കളുടെയും മരണത്തിന് ഉത്തരവാദി ഈ ശ്രീകൃഷ്ണൻ തന്നെയല്ലേ? അപ്പോൾ അതിനർത്ഥം ഈ മരിച്ചവരെല്ലാം നിരീശ്വരവാദികളായിരുന്നു എന്നാണോ? ആൾക്ക് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിരുന്നു കേട്ടോ ഇതും. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഇന്ന് വരെയും ഉത്തരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളിലാണ് വിശ്വാസം. അത് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന മേഖലയിലേക്ക് അത്യാവശ്യവുമാണ്. കാരണം ഞങ്ങൾ എല്ലാ മതവിശ്വാസികൾക്കും വീടുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട്. അതുപോലെ വിശ്വാസം ഇല്ലാത്തവർക്കും നമ്മൾ വീട് വെച്ച് നൽകുന്നുണ്ട്. ഞങ്ങൾക്കൊരു പ്രത്യേക മതവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരുടെ ആഘോഷങ്ങളിലും ഞങ്ങൾക്ക് പങ്കുചേരാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ആരുടെയും മതവിശ്വാസത്തെ ഹനിക്കാൻ പോകാറുമില്ല. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നാൽ ഒരു കണക്കിന് എല്ലാ മനുഷ്യരും നിരീശ്വരവാദികളാണ് കേട്ടോ. ഒരു ഹിന്ദു ഇസ്ലാമിനെയോ ഈശോനെയോ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനി കൃഷ്ണനെയോ അള്ളാഹുവിനെയോ വിശ്വസിക്കുന്നില്ല. അതുപോലെ ഇസ്ലാം ആണെങ്കിലോ അവർ ഏക ദൈവത്തിലേ വിശ്വസിക്കുന്നുള്ളൂ, അള്ളാഹ് മാത്രം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞങ്ങളാണോ നിരീശ്വരവാദി അതോ നിങ്ങളാണോ നിരീശ്വരവാദി? നമ്പർ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 3 നിങ്ങൾ 2, അത്രയേ വ്യത്യാസമുള്ളൂ. പക്ഷേ ഞങ്ങൾ നിരീശ്വരവാദികളാണെന്ന് പറയുമ്പോൾ പല വിശ്വാസികൾക്കും ഒരു അതൃപ്തി തോന്നാറുണ്ട്. ശരിക്കും എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഒരു നിരീശ്വരവാദി വിശ്വാസികളെ മാനിക്കുന്ന പോലെ ഒരു വിശ്വാസി നിരീശ്വരവാദിയെയും മാനിക്കേണ്ടതല്ലേ? ഇന്നത്തെ വീഡിയോ തികച്ചും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് കേട്ടോ. നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവരോടും നീതി പുലർത്താൻ ശ്രമിക്കുക. അതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാൽ പോലും നമ്മളത് തിരുത്തുക. കാരണം നമ്മൾ മനുഷ്യരാണ്, തെറ്റുകൾ പറ്റാം. മറ്റുള്ളവർ നമ്മൾക്ക് തരുന്ന വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. അതാണ് ശരിക്കുമുള്ള വിശ്വാസം.